ഇന്ന് രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള യുദ്ധത്തിലോട്ട് കടക്കാണ്. ആദ്യം തന്നെ ഫ്രിഡ്ജ് തുറന്ന് മീൻ എടുത്തിട്ട് ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടി പുറത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ മാത്രമല്ല, കുറച്ച് വേപ്പിലയും തക്കാളിയും ഒക്കെ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് മീൻ കറി വെക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടല്ലോ, ഇതാവുമ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ മീനിൽ കുറച്ച് ഐസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലത്തെ പാത്രങ്ങളാണ്. അതെല്ലാം കൈയോടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ചെമ്മീൻകാരൻ വിളിക്കണത് കേട്ടോ. അപ്പോൾ ചെമ്മീനും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞഞ്ചാള നല്ല മുളിയാറും വെക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ നല്ല പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ചെമ്മീൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി മാറ്റിയിട്ട് മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും, പിന്നെ കറിവേപ്പിലല്ല തക്കാളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് നേരെ അടുപ്പുമ്മേൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ചെമ്മീനിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവായതുകൊണ്ട് കുറച്ച് അധികം മുളക് പൊടി ഞാൻ ഇടാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കാശ്മീർ ചില്ലി പൗഡറിനെക്കാട്ടി ഇത്ര കളറുണ്ട്, പക്ഷേ എന്തോ എരിവ് കുറവാണ്. സാധാ മുളക് പൊടി തന്നെയാണ്, പക്ഷേ എരിവ് എന്തോ കുറവാണ്. അതുകൊണ്ട് കുറച്ചധികം മുളക് പൊടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ അത് നല്ലോണം കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് ഒരു ചട്ടി വെച്ചിട്ട് ഇതെല്ലാം പൊരിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. കുറച്ച് ചെമ്മീൻ രാത്രത്തേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയൊക്കെ ഒരു ഏകദേശം തിള വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ ചട്ടിയിൽ ചെമ്മീനും ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ മീൻ തട്ടി കൊടുക്കുന്നത്. ഏകദേശം മീൻ കറി ഒരു ഇത്തിരി കുറുകിയ പാകമാകുമ്പോഴാണ് ഞാൻ മീൻ തട്ടി കൊടുക്കാറുള്ളത്. അങ്ങനെ ഇതാ കറിയൊക്കെ ഏകദേശം ആയപ്പോൾ ഞാൻ ചോറിട്ടു. പിന്നെ ചോറിനെ കൂടെ എക്സ്ട്രാ 2 കറിയും കൂടെ കൂടിയിട്ടുണ്ട്. അച്ചിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തെ ബാക്കിയാണ്. ആ അച്ചിങ്ങയും ചെമ്മീൻ വറുത്തതും നല്ല കുഞ്ഞഞ്ചാള മീൻ കറിയും പിന്നെ കുറച്ച് അച്ചാർ, ഇടിമുളക് അച്ചാർ ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ് കടയിൽ പോയപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ നല്ല മധുരവും എരിവും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു പിടി ഐനൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എരിവൊക്കെ കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അത് എരിവൊന്നും ഉണ്ടായിരുന്നില്ല, മുളക് പൊടിക്ക് പൊതുവേ എരിവ് കുറവായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. എന്താണെന്നറിയില്ല, രക്ഷയില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട്